بسم الله الرحمن الرحيم. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1019 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 120-121 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 120-121 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ത്വാഹയിലെ ഈ അവസാന ഭാഗത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പരാമർശിച്ചിട്ടുള്ള ആദം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഈ സന്ദർഭത്തിന്റെ ഒരു സാങ്കത്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലായിട്ട് നമുക്ക് അത് അനുഭവപ്പെടും. ഫിറഔനും സാമിരിയും ഒക്കെ അള്ളാഹുവിനോട് കടുത്ത ധിക്കാരം കാണിച്ചുകൊണ്ട് മാർഗഭ്രംശം സംഭവിച്ചവരായി മാറിയ വളരെ ശ്രദ്ധേയമായൊരു ചരിത്ര പശ്ചാത്തലമാണ് ഇതിന്റെ തൊട്ടു മുമ്പ് വിവരിക്കപ്പെട്ട കഥയിൽ അനാവൃതമാവുകയുണ്ടായത്. ബനൂ ഇസ്രായേൽ സമൂഹം സാമിരി കാരണമായി വലാലത്തിലേക്ക് പോയ ആ ഘട്ടത്തില് ഉദ്ദേശപൂർവം കരുതിക്കൂട്ടി പിഴച്ച മാർഗം തെരഞ്ഞെടുത്ത് ധിക്കാരം പ്രവർത്തിച്ച് ജനങ്ങളെ വഴികേടിലേക്ക് നയിച്ച സാമിരിയുടെ കാര്യത്തിലല്ല, ആ സാമിരിയുടെ പ്രേരണയിലും സമ്മർദ്ദത്തിലൊക്കെ പിഴച്ച മാർഗത്തിലേക്ക് പോവാനിടയായ ബനൂ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദം അലൈഹിസ്സലാമിന്റെ അനുഭവത്തില് അവരുടെ മാർഗം, അവരുടെ ജീവിത രീതി തിരുത്തുന്നതിനുള്ള പ്രയോജനം ചെയ്യുന്ന ഒരു പാഠം ആദം അലൈഹിസ്സലാമിന്റെ ജീവിതാനുഭവത്തിൽ ഉണ്ട് എന്നത് ഇവിടെ വ്യംഗ്യമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലും അതുപോലെ ഒരു വ്യംഗ്യമായ സന്ദേശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ താക്കീതുകളും അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന മുന്നറിയിപ്പും ഒക്കെ ഒരു ഘട്ടത്തിൽ വിസ്മരിച്ചു പോവുകയും പിശാചിന്റെ പ്രലോഭനത്തിൽ പെട്ടുപോവുകയും ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത്.
അതില് മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തില് അതിന് കൂട്ടാക്കാതിരുന്ന ഇബ്ലീസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായത് ഇന്നഹാദ അദുവ്വുൻ ലക് വലി സൗജിക്, ഇവൻ നിങ്ങൾ ഇരുവരുടെയും പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ശത്രുവാണ്, അതുകൊണ്ട് ഇവൻ നിങ്ങളെ ഇരുവരെയും ഫലാ യുഖ്രിജന്നകുമ മിനൽ ജന്നതി ഫതഷ്ഖ, നിങ്ങൾ ഇരുവരെയും ഇവൻ ജന്നത്തിൽ നിന്ന്, ഈ ഉദ്യാനത്തിൽ നിന്ന്, ഈ സ്വർഗത്തോപ്പിൽ നിന്ന് പുറത്താക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അങ്ങനെ സംഭവിച്ചാൽ ഫതഷ്ഖ, നിങ്ങൾ ദൗർഭാഗ്യവാന്മാരായി പോകും എന്നതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം. ഈ സ്വർഗത്തിൽ തന്നെ, ഈ ജന്നത്തിൽ തന്നെ കഴിയുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വിശപ്പ് അറിയേണ്ടി വരില്ല, അതുപോലെ നഗ്നത വെളിപ്പെടുന്ന പ്രശ്നമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ദാഹം അനുഭവിക്കേണ്ടി വരില്ല, അമിതമായ താപം ഏൽക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഈ കാര്യങ്ങളാണ് അള്ളാഹു ആദമിനോട് സൂചിപ്പിക്കുകയുണ്ടായത്. അങ്ങനെ ജന്നത്തില് തങ്ങുന്ന ഘട്ടത്തിലാണ് ഫവസ്വസ ഇലൈഹി ശൈത്വാനും, ശൈത്വാൻ ആദം അലൈഹി ഇസ്ലാമിന് ഒരു ദുർബോധനം നടത്തി. വസ്വസ എന്ന് പറഞ്ഞ മന്ത്രിച്ചു എന്നാണ് വാക്കിന്റെ നേർക്കുനേരെയുള്ള സൂചന. വിസ്പർ ചെയ്തു എന്നുള്ളതാണ്. വളരെ പതിഞ്ഞ സ്വരത്തിൽ കാതിൽ ഒരു കാര്യം പറയുന്നതിനാണ് വസ്വസ എന്ന് പറയാം. പിശാചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണമാകുമ്പോ സാധാരണഗതിയിൽ ദുർബോധനം ചെയ്തു എന്നാണ് അതിന് അർത്ഥം കൊടുക്കാറുള്ളത്. അപ്പൊ വസ്വസ ഇലൈഹി ശൈത്വാനു, ശൈത്വാൻ അദ്ദേഹത്തിന് ദുർബോധനം നടത്തി. ആദം അലൈഹി ഇസ്ലാമിന് ഒരു തെറ്റായ ഒരു സംഗതിക്കുള്ള പ്രേരണയായിട്ട് അദ്ദേഹത്തിന്റെ കാതുകളിൽ എന്തോ പറഞ്ഞു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ചു എന്ന് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആയത്തിന് അർത്ഥം പറയാറുണ്ട് ആളുകൾ. ഇപ്പൊ വസ്വസ ഇലൈഹി ശൈത്വാനും, ശൈത്വാൻ അദ്ദേഹത്തെ വ്യാമോഹിപ്പിച്ചു. ആലയ ആദം, അപ്പൊ അദ്ദേഹത്തെ വ്യാമോഹിപ്പിക്കുന്ന വിധത്തില് പിശാച് പറഞ്ഞത് എങ്ങനെയാണ്? ആദമേ, അല്ല അതുല്ലു കാല ശജറത്തിൽ ഖുൽദ്, ഞാൻ നിനക്ക് നിത്യതയുടെ വൃക്ഷത്തെ കാണിച്ചു തരട്ടെ. നിത്യത കൈവരിക്കാൻ, മരണമില്ലാത്ത അവസ്ഥ, അനന്തമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ, അതിനാണ് ഖുൽദ് എന്ന് പറയും. എന്നെന്നും ജീവിക്കുന്ന ആൾക്കാണ് ഖാലിദ് എന്ന് പറയാം. അപ്പോ നിത്യത പകർന്നു തരുന്ന, അനന്തമായി ജീവിക്കാനുള്ള കഴിവ് പകർന്നു തരുന്ന ഒരു വൃക്ഷം ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരട്ടെ എന്നാണ് ആദം അലൈഹി ഇസ്ലാമിനോട് ശൈത്വാൻ പറയുന്നത്. സ്വർഗത്തിലെ ജീവിതം ആകർഷകമാണ്, സുഖകരമാണ്, അവിടെ വേണ്ട വിഭവങ്ങളൊക്കെ ലഭ്യമാണ്, കാലാവസ്ഥ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കംഫർട്ടബിൾ ആയ കാലാവസ്ഥയാണ്, ചൂടൊന്നും അധികമില്ല, അന്നപാനീയങ്ങളൊക്കെ ലഭ്യമാണ്, നഗ്നത മറക്കാൻ എന്തെങ്കിലും പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ജന്മപരമായി അല്ലെങ്കിൽ സ്വർഗത്തിലെ ആ ജീവിതാവസ്ഥയിൽ തന്നെ അവർക്ക് അതിനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളതാണ് സ്വർഗത്തിന്റെ ആകർഷണീയത. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആദിമ മനുഷ്യന് അത് വളരെ തൃപ്തിപ്പെട്ടതായിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോഴാണ് അവന്റെ ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്ത്
എന്ന വിധത്തിൽ അവനോട് വലിയ ഗുണകാംക്ഷയുള്ള ഒരാള് എന്നുള്ള നിലക്ക് ശൈത്താൻ ആദം അലൈഹി ഇസ്ലാമിനെ സമീപിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് ഹൽ അദുല്ലുക അലാ ഷജറത്തുൽ ഖുൽദ്, ഷജറത്തുൽ ഖുൽദ് ഞാൻ കാണിച്ചു തരട്ടെ എന്നാണ്. ഇവിടെ ഒരു വൃക്ഷമുണ്ട്, അതിന്റെ ഇലയോ കായ്കനികളോ ഒക്കെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്നെന്നും കഴിയാൻ സാധിക്കും, ഇവിടുന്ന് പുറത്തു പോവേണ്ടി വരില്ല, നിത്യതയുടെ അവസ്ഥ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഷജറത്തുൽ ഖുൽദ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, നിങ്ങളത് പ്രയോജനപ്പെടുത്തിയാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട, നിത്യതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകേണ്ടി വരില്ല എന്നൊക്കെ ഉള്ളതാണ് അതിലടങ്ങിയിട്ടുള്ള സൂചന. അപ്പൊ മുൽക്കിൻ ലാ യബ്ല, അപ്പോ നിത്യതയുടെ വൃക്ഷം മാത്രമല്ല, മുൽക്കിൻ ലാ യബ്ല, അവസാനിക്കാത്ത, തീർന്നു പോകാത്ത, മുറിഞ്ഞു പോകാത്ത ആധിപത്യമല്ല അധികാരവും. രണ്ട് സംഗതികളാണ് ഇവിടെ ശൈത്താൻ കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഷജറത്തുൽ ഖുൽദാണ് ഒന്നാമത്തത്, ഖുൽദിന്റെ ഷജറത്ത്. അതിനോടൊപ്പം തന്നെ മുൽക്കുൻ ലാ യബ്ല, അവസാനിക്കാത്ത, മുറിഞ്ഞു പോവാത്ത, ഇന്റർമിനബിൾ ആയിട്ട് നിലനിൽക്കുന്ന അധികാരം അല്ലെങ്കിൽ ആധിപത്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സംഗതിയുടെ മേലായാലും അവന്റെ നിയന്ത്രണത്തിലാവുക എന്നത്, അവന്റെ ഉടമസ്ഥതയിലാവുക എന്നത്, ഇത് രണ്ടും ബന്ധമുണ്ട്. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ്, മലിക് എന്ന് പറഞ്ഞാൽ രാജനാണ്, അധികാരമുള്ളവനാണ്. അപ്പൊ ഇത് രണ്ടും ഈ മലക്ക എന്ന അടിസ്ഥാന പദത്തിൽ നിന്നാണ് വരുന്നത് ഈ രണ്ടും. അപ്പൊ എന്തിന്റെയെങ്കിലും പ്രയോജനം മനുഷ്യന് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥത കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നത് മനുഷ്യന്റെ ഒരു മോഹമാണ്. ഒരു നല്ല വീട്ടിൽ താമസിക്കാൻ അവസരം ഉണ്ടായാൽ അത് നമുക്ക് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ ഉടമസ്ഥതയിൽ പൂർണ്ണമായി നമ്മുടെ ആധിപത്യത്തിലോ നിയന്ത്രണത്തിലോ ഉള്ളതായി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ മനുഷ്യൻ മോഹിക്കും. അപ്പൊ ഇവിടെ പിശാച് ആ ഒരു സാധ്യത, മനുഷ്യന്റെ ആ ഒരു സാധ്യതയെ സ്പർശിച്ചുകൊണ്ടാണ് ഒരു പ്രലോഭനവുമായിട്ട് വന്നിട്ടുള്ളത്. വളരെ അടുത്ത ഒരു ആത്മസുഹൃത്ത്, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തന്നെ സമീപിക്കുന്ന ഒരു സുഹൃത്ത് എന്ന നിലക്കാണ് ശൈത്താൻ ആദം അലൈഹി ഇസ്ലാമിനെ സമീപിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആന്റെ വിവരണത്തിൽ ഇവിടെ ശൈത്താൻ സമീപിക്കുന്നത് ആദമിനെയാണ്. അത് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിശാചിന്റെ പ്രലോഭനം ഉണ്ടാവുന്നത്, പിശാച് മുഖ്യമായി ഉന്നം വെക്കുന്നത് ആദമിനെയാണ്. എന്നാൽ ബൈബിളിലെ ഈ സംഭവ വിവരണത്തില് പിശാച് സർപ്പരൂപത്തിൽ വന്ന് ഹവ്വയെ പ്രലോഭിപ്പിച്ചു, വശത്താക്കി, പാട്ടിലാക്കി. എന്നിട്ട് ഹവ്വ മുഖേന ആദമിനെ പ്രലോഭിപ്പിച്ചു എന്നാണ് വിവരിക്കുന്നത് കാണാൻ പറ്റുക. ആദമിന് പ്രലോഭനമാവുന്നത് ഹവ്വയാണ്, പിശാചല്ല എന്ന വിധത്തിലാണ് ബൈബിളിന്റെ വിവരണം. അപ്പോ എപ്പോഴും അതിലുള്ള ഈ പ്രലോഭനത്തിന് കാരണമായതും അതിന് ഇരയായതും ഒക്കെ സ്ത്രീ കാരണമായിട്ടാണ് എന്നത് അതിലൂടെ വരികയാണ്. അങ്ങനെ ഒരു ധാരണയാണ് അത് കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് ആദം അലൈഹി ഇസ്ലാമിനും ഹവ്വ റളിയല്ലാഹു അൻഹാക്കും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതിനുള്ള ഉത്തരവാദിയായിട്ട് ബൈബിളിന്റെ വിവരണത്തില്
അത് ഹവ്വ പിശാചിന്റെ പ്രലോഭനത്തിന് വഴിപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിട്ട് ഹവ്വ ആദമിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന നിലക്കാണ് അത് മനസ്സിലാക്കാൻ ബൈബിൾ വിവരണം നമ്മളെ പ്രേരിപ്പിക്കുക. ഖുർആനിലെ സൂറത്തുൽ ആറാഫില് പിശാചി ഇരുവരോടുമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പ്രലോഭനത്തിന്റെ വാക്കുകൾ ഉരുവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആദമിനോട് പറയുന്നതായിട്ടാണ് കാണുക. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പിശാചിന്റെ പ്രലോഭനം രണ്ടുപേർക്കുമായിട്ടുണ്ടായിരുന്നു എന്നതും, എന്നാൽ അതില് പിശാചി മുഖ്യമായി ഉന്നം വെച്ചിരുന്നത് ആദമിനെ ആയിരുന്നു എന്നതുമാണ്. ഹവ്വായും അതില് പ്രലോഭനത്തിന് ഇരയാവുന്നുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ ഇവര് പ്രലോഭിതരാവുന്നതിന് കാരണം ഹവ്വ ആണ് എന്ന വിധത്തിൽ ഒരിക്കലും തന്നെ ഖുർആന്റെ വിവരണത്തിൽ നിന്ന് വരികയില്ല. അപ്പൊ അവിടെ തന്നെ ഒരു സ്ത്രീ വിരുദ്ധത ബൈബിളിന്റെ വിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ബൈബിൾ പുനർരചന നടത്തിയവർക്ക് വന്ന കൈപ്പിഴയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വലിയ ഗുണകാംക്ഷിയായിക്കൊണ്ട് ആദമിനെ സമീപിച്ചുകൊണ്ടാണ് ശൈത്താൻ പറയുന്നത്, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ്. ശജറത്തുൽ ഖുൽദ്, നിത്യതയുടെ വൃക്ഷം ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെ എന്നാണ് ശൈത്താൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കുക മുൽക്കിൻ ലാ യബ്ല, അതുപോലെ നിലച്ചു പോകാത്ത, തീർന്നു പോകാത്ത, അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത അധികാരവും ആധിപത്യവും ഉടമസ്ഥതയും ഒക്കെ ഞാൻ അത് നൽകുന്ന വൃക്ഷത്തെ ഞാൻ കാണിച്ചു തരട്ടെ എന്നാണ്. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം, ഈ വൃക്ഷം അതിന്റെ ഇലകളോ അല്ലെങ്കിൽ പഴങ്ങളോ പറിച്ചു തിന്നുകയാണെങ്കിൽ നിത്യത ലഭിക്കും, ഖുൽദ് ലഭിക്കും, അതുപോലെ മുൽക്കും ലഭിക്കും എന്നതാണ്. ശാശ്വതമായിട്ട് ജന്നത്തിൽ കഴിയാനുള്ള അവസരം ഇതുകൊണ്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ എന്നെന്നും ഈ അധികാരം വാഴാൻ, ഈ ഉദ്യാനത്തിന്റെ, ഈ തോട്ടത്തിന്റെ അധികാരിയായി അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനായി നിലകൊള്ളാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം ഇതിലൂടെ കൈവരിക്കാൻ കഴിയും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ പ്രലോഭനത്തിൽ വശംവദരായിട്ട് ഈ രണ്ടുപേരും, ആദം അലൈഹി ഇസ്ലാമും അതുപോലെ ഹവ്വ റളിയല്ലാഹു അൻഹയും രണ്ടുപേരും അഖല മിൻഹ, അവരിരുവരും അതിൽ നിന്ന് ഭക്ഷിച്ചു. ഈ വൃക്ഷത്തിൽ നിന്ന് ആദമിന്റെ ഈ ശൈത്താന്റെ പ്രലോഭനത്തിൽ പെട്ടുകൊണ്ട് ഇരുവരും അതിൽ നിന്ന് അതിന്റെ കായ പറിച്ച് ഭക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫഅഖല മിൻഹ, അതിൽ നിന്ന് അവർ ഇരുവരും ഭക്ഷിച്ചു. ഫബദത് ലഹുമ സൗആതുഹുമ, അതിനെ തുടർന്ന് അവർക്ക് ഇരുവർക്കും അവരുടെ നഗ്നത വെളിപ്പെടുകയും ചെയ്തു. അവരുടെ ഗോപ്യമായ ശരീരഭാഗങ്ങൾ അവർക്ക് പ്രകടമായി. നേരത്തെ ഏതോ വിധത്തിലുള്ള ഒരു വസ്ത്രം അണിഞ്ഞ അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. വസ്ത്രം എന്നത് നമ്മളിപ്പോ നമുക്ക് അറിയുന്ന വിധത്തിലുള്ള കോട്ടണോ അല്ലെങ്കിൽ അതുപോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രമാവണമെന്നില്ല. അതൊരു മാനസികമായ ഒരു കവചമാവാം. ചെറിയ പിഞ്ചു കുട്ടികളുടെ കാര്യത്തിലെ പോലെ ലൈംഗികത എന്നൊരു ബോധം ഉണരുമ്പോൾ മാത്രമാണ് നഗ്നതയെക്കുറിച്ച് മനുഷ്യന് കൃത്യമായ നിർണയമുള്ള ബോധമുള്ളവരായി മാറുന്നത്. അപ്പോ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്നതിന്റെ മുമ്പ് അവര് വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു എന്നത് ആയിക്കൊള്ളണമെന്നില്ല. ഏതോ വിധത്തിലുള്ള ഒരു ആവരണം, അത് ശരീരത്തിന് തന്നെയുള്ള ഒരു ആവരണമാവാം, അതല്ലെങ്കിൽ അവരുടെ
മാനസികമായിട്ട് നഗ്നതയെക്കുറിച്ചുള്ള ബോധമുണ്ടാവാത്ത ഒരവസ്ഥയിലാവാം അവര്. കൂടുതലും രണ്ടാമത് പറഞ്ഞതിനാണ് സാധ്യത. അവരുടെ ബാല്യത്തിന്റെ ഒരവസ്ഥയിൽ നഗ്നതയെക്കുറിച്ച് ബോധമില്ലാത്ത ഒരവസ്ഥയിലായിരുന്ന അവര് ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാനിടയായപ്പോ അവർക്ക് നഗ്നത ഇരുവർക്കും വെളിപ്പെടുകയുണ്ടായി. അവരിരുവരുടെയും നഗ്നത പരസ്പരം അവർക്ക് വെളിപ്പെടുകയുണ്ടായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് ഈ അള്ളാഹുവിന്റെ വിലക്ക് ലംഘിച്ചതിന്റെ ഫലമായിട്ടാണ് അതുണ്ടാവുന്നത്. നേരത്തെ 4 കാര്യങ്ങളാണ് ജന്നത്തിൽ അവർക്ക് പ്രയത്നരഹിതമായി നൽകപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, അവരുടെ ദാഹം അകറ്റാനുള്ള സംഗതി. രണ്ടാമത്തത് വിശപ്പകറ്റാനുള്ള സംഗതി. മൂന്നാമത്തത് അവർക്ക് നഗ്നത മറക്കാനുള്ള സംവിധാനം. നാലാമത്തത് അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന പാർപ്പിടം. ഈ 4 സംഗതികളുമാണ് ജന്നത്തിൽ അവർക്കുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഈ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ച് കഴിച്ചതോടുകൂടി ഒന്നിനു പുറകെ ഒന്നായി ഈ പ്രയത്നരഹിതമായി അവർക്ക് നൽകപ്പെട്ടിരുന്ന ആ അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിലൊന്നാമത്തത് തന്നെ അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടു എന്നതാണ്. അല്ലെങ്കിൽ അവരുടെ നഗ്നത വെളിപ്പെട്ടു. അവരുടെ നഗ്നത വെളിപ്പെടുകയും വസ്ത്രം അണിയാത്തതിന്റെ പ്രയാസം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നതാണ് അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് അവർക്ക് ആദ്യമായി അനുഭവപ്പെടുന്നത്. അക്കല മിൻഹ, അവരതിൽ നിന്ന് ഭക്ഷിച്ചു. അവരിരുവരുടെയും നഗ്നത പരസ്പരം കാണാനിടയാകുന്ന വിധത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ അതിനെ തുടർന്ന് അവർക്ക് അത് ഒരു വെപ്രാളപ്പെടലായി. നഗ്നത വെളിപ്പെട്ടാല് മുതിർന്ന ഒരാൾക്ക്, പ്രായപൂർത്തി എത്തിയ ഒരാൾക്ക്, അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഗ്നത വെളിപ്പെടുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അവരുടെ സ്വാഭാവികമായ ഒരു നാണം അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിർലജ്ജത ബാധിച്ച നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളുടെ കാര്യത്തിൽ അത് എത്രത്തോളം പ്രകടമാവും എന്നത് സംശയകരമാണ്. പക്ഷെ മനുഷ്യന്റെ സ്വാഭാവികമായ ലജ്ജ, നാണം ഒക്കെ ഉള്ള പ്രകൃതമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നഗ്നത വെളിവാകുന്നു എന്നത് അവരെ ലജ്ജയുള്ളവരാക്കി മാറ്റുന്ന, നാണം അനുഭവിക്കേണ്ടി വരുന്നവരാക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതേ തുടർന്ന് ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുകയും നഗ്നത വെളിപ്പെടുകയും ചെയ്തതോടെ അവരിരുവരും അവരുടെ മേൽ ഒട്ടിച്ചു വെക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കെട്ടിയിടാൻ തുടങ്ങി. മിൻ വറത്തിൽ ജന്ന, ഉദ്യാനത്തിലെ ഇലകള്. അപ്പൊ ഉദ്യാനത്തിലെ, തോട്ടത്തിലെ ഇലകൾ പറിച്ചുകൊണ്ട്, മരങ്ങളുടെ ഇലകൾ പറിച്ചുകൊണ്ട് അവരവരുടെ നഗ്നത മറച്ചു വെക്കാൻ ശ്രമം തുടങ്ങി. ഇതിനെ തുടർന്ന് അങ്ങനെ കിട്ടുന്ന ഇലകളൊക്കെ വേഗം പറിച്ചെടുത്ത് ദേഹത്ത്, പ്രത്യേകിച്ച് ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ച് നഗ്നത മറച്ചു വെക്കാനുള്ള ഒരു പ്രയത്നമായി, ഒരു ശ്രമമായി അവര് പിന്നീട് അങ്ങനെ ഒരു സംഗതി ഏർപ്പെടാൻ തുടങ്ങി. യഹ്സിഫാനി എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക, തൂക്കിയിടുക എന്നൊക്കെയാണ് അതിന്റെ റൂട്ട് മീനിങ്. പറ്റിച്ചു വെക്കുക എന്ന നിലക്ക് നമുക്ക് അതിനെ ഈ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരുടനെ തോട്ടത്തിലെ ഇലകൾ പറിച്ചെടുത്തുകൊണ്ട് അവരുടെ നഗ്നതയുടെ സ്വകാര്യ ഭാഗങ്ങളില് അവരതുകൊണ്ട് അത് ഒട്ടിച്ചു വെച്ച് നഗ്നത മൂടിയിടാനുള്ള ശ്രമം ആരംഭിച്ചു. ആദമു റബ്ബഹു,
ആദം തന്റെ റബ്ബിനെ ഇതോടെ ധിക്കരിക്കുകയുണ്ടായി, അനുസരണക്കേട് കാണിച്ചു. ആദം തന്റെ റബ്ബിനോട്, തന്റെ നാഥനോട് ഈ വിധത്തില് അനുസരണക്കേട് കാണിക്കാൻ കാരണമായി, അല്ലെങ്കിൽ സാഹചര്യമുണ്ടായി. അങ്ങനെ ആദം വഴി പിഴച്ചവനാവുകയും ചെയ്തു. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. രണ്ടുപേരും സ്വർഗത്തില് ആ ജന്നത്തില് പറക്കുന്ന കാലത്ത് 4 കാര്യങ്ങൾ അവർക്ക് യാതൊരു പ്രയത്നവും ഇല്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതായിരുന്നു. അവരുടെ ദാഹം അകറ്റാൻ വേണ്ട പാനീയം, വിശപ്പ് അകറ്റാൻ വേണ്ട ഭക്ഷണം, നഗ്നത വെളിപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ, കൂടാതെ അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള പാർപ്പിടം. ഈ 4 സംഗതികളും ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു അവർ. പക്ഷെ പിശാച് അവരെ അതിമോഹമുള്ളവരാക്കി മാറ്റി. നമുക്കിപ്പോ ഇപ്പോഴുള്ള അവസ്ഥയൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഭാവിയുടെ കാര്യം വേണമല്ലോ, അതുകൂടി വേണമല്ലോ നമ്മൾ ആലോചിക്കാൻ. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് മരിച്ചു പോകുന്നവരാണെങ്കിൽ ഈ സുഖസൗകര്യങ്ങളൊന്നും നിത്യമായി കിട്ടുന്നവരല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അങ്ങനെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ തീർന്നു പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം നമുക്കൊക്കെ ആവശ്യമാണല്ലോ എന്നൊരു തോന്നല്. പിശാചിന്റെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഇടപെട്ടുകൊണ്ടുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലെ ഈ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ലൈഫ് ഇൻഷുറൻസ് ഏജൻസിന്റെ വർത്താനമൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും. സുരക്ഷിതത്വം നൽകുന്നത് അത്തരം സ്കീമുകളാണ്. വാർദ്ധക്യത്തിലെ വലിയ സഹായം അതൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള വിധത്തിലുള്ള ഒരു പ്രലോഭനമാണ് അത്തരം ആളുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതാണ് അവര് നമ്മുടെ മേല് പ്രയോഗിക്കുക. അപ്പൊ ഇവിടെ ശൈത്താൻ ആദം അലൈഹിസ്സലാമിനോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടുമായിട്ട് വന്ന് അവരുടെ ദൗർബല്യം ഏത് കാര്യത്തിലാണ്, അവരെ എളുപ്പത്തില് വീഴ്ത്താൻ പറ്റുന്ന വൾണറബിലിറ്റി ഉള്ള, അവരെ എളുപ്പത്തില് ഇരകളാക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പിശാച് സമീപിക്കുന്നത്. അതാണ് അതിന്റെ ഒരു മനഃശാസ്ത്രപരമായ വശം. എവിടെയാണോ നമ്മുടെ ദൗർബല്യം, നമ്മൾ ആശങ്കയുള്ള മേഖല എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വലിയൊരു ഗുണകാംക്ഷിയായിട്ട് നമ്മുടെ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ട് വരികയാണ് എന്നുള്ള നിലക്ക് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാണ് ശൈത്താൻ സമീപിക്കുന്നത്. എന്നിട്ട് പറയുന്നത് തന്നെ ഈ 2 കാര്യമാണ്, കൂടുതൽ വർത്താനൊന്നുമില്ല. ഷജറത്തുൽ ഖുൽദ് ഞാൻ കാണിച്ചു തരട്ടെ, അതില് മുൽക്കുൻ ലാ യബ്ല എന്നൊരു നേട്ടം കൂടിയുണ്ട്. നിലച്ചു പോകാത്ത അധികാരം, ആധിപത്യം അല്ലെങ്കിൽ ഉടമസ്ഥത, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു വൃക്ഷം, അത് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ വേണ്ടപ്പെട്ട ആളായിട്ട് വന്ന് പ്രലോഭിപ്പിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് ഹവ്വ റളിയല്ലാഹു അൻഹയെ സമീപിച്ച് അവരെ ആദ്യം പാട്ടിലാക്കിയിട്ട് ഹവ്വ മുഖേന ആദമിനെ പ്രലോഭിപ്പിച്ചു എന്നല്ല, അവരിരുവരെയും സമീപിച്ചു. മുഖ്യമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത് ആദമിനെ തന്നെയാണ് എന്നതാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതില് ആദം വഴിപിഴച്ചതിന് ഹവ്വ ഉത്തരവാദിയാകുന്നു എന്ന ഒരു സൂചന അതിൽ അടങ്ങിയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ അവര് പിശാചിന്റെ പ്രലോഭനത്തിൽ പെട്ടു, ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. അവരുടെ നഗ്നത ഇരുവർക്കും വെളിപ്പെട്ടു. അതിനെ തുടർന്ന് അവര് ജന്നത്തിലെ ഇലകൾ പറിച്ചെടുത്തുകൊണ്ട് അവരുടെ നഗ്നത മൂടിയിടാൻ വേണ്ടി ദേഹത്ത് ഒട്ടിച്ചു വെക്കാൻ തുടങ്ങി. ആദം റബ്ബഹു, അങ്ങനെ ആദം
തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിച്ചു. ഫഗവ, അത് കാരണമായി അതിനെ തുടർന്ന് അദ്ദേഹം വഴിപിഴച്ചവനാവുകയും ചെയ്തു. ഇതാണ് അള്ളാഹു ഈ കഥയുടെ വിവരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്ന് ഈ 2 ആയത്തുകളിൽ വെളിപ്പെടുത്തുന്ന കാര്യം. ആദം അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെ ഒരല്പനേരത്തേക്ക് മറന്നു പോവുക. പിശാചിന്റെ പ്രലോഭനത്തിൽ പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നറിയിപ്പും അള്ളാഹുവിന്റെ വിലക്കുകളും ഒക്കെ അല്പനേരത്തേക്ക് മറന്നുപോയി. എന്നിട്ട് പിശാചിന്റെ നിർദ്ദേശം ഫോളോ ചെയ്തുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ അദ്ദേഹം വ്യതിചലിച്ചവനായി, ശരിയായ ജീവിത പാതയിൽ നിന്ന് പിഴച്ചുപോയ, വ്യതിചലനം ഉണ്ടായ ആളായിപ്പോയി എന്നാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ നമുക്ക് തുടർന്നുള്ള ആയത്തുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.